നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വട്ടപ്പാറ കഞ്ഞിപ്പുരയിൽ അശാസ്ത്രീയമായ രീതിയിൽ സർവീസ് റോഡ് നിർമ്മാണം നിർത്തിവെക്കുന്നതിനെതിരെ നാട്ടുകാരുടെയും വളാഞ്ചേരി മേഖലയിലെ കച്ചവടക്കാരുടെയും ആശങ്ക പരിഹരിക്കാൻ കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേരുകയും കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസ്തുത സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. നിലവിലുള്ള അലൈൻമെന്റ് പ്രകാരമുള്ള വളാഞ്ചേരി പട്ടണത്തിലേക്കുള്ള സർവീസ് റോഡ് നിർമ്മാണം സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് നിർമ്മാണ ചുമതലയിലുള്ള കമ്പനിയായ KNRCL നിർത്തിവെക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി നാഷണൽ ഹൈവേയിൽ പല ഭാഗങ്ങളിലും നിർമ്മാണത്തിലിരിക്കുന്നതും നിർമ്മാണം പൂർത്തിയായതുമായ ഭാഗങ്ങൾ തകരുകയും വിള്ളലുണ്ടാവുകയും ചെയ്തിരുന്നു. അതിനാൽ ഈ പ്രദേശത്ത് കൂടുതൽ തുക ചിലവഴിക്കേണ്ടി വരുമെന്നതിനാലും പെട്ടെന്ന് പണി തീർത്ത് ടോൾ പിരിവ് ആരംഭിക്കുന്നതിനും വേണ്ടിയാണ് കമ്പനിയും NHAIയും ഇത്തരം ജനവിരുദ്ധ തീരുമാനം എടുക്കുന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വിലയിരുത്തി. നാട്ടുകാരുടെയും കച്ചവടക്കാരുടെയും ആശങ്കകൾ ചൂണ്ടിക്കാണിച്ച് കമ്പനിയെയും നാഷണൽ ഹൈവേ അതോറിറ്റിയെയും സമീപിക്കുമെന്നും ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ സുഗമമായ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന റോഡ് നിർമ്മാണത്തിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പൊതുജനങ്ങളെയും സമാന ചിന്താഗതിക്കാരായ സംഘടനകളെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തി പരിഹാരം കാണുന്നതുവരെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും കമ്മിറ്റി അറിയിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനു പുല്ലാനൂരിന്റെ അധ്യക്ഷതയിൽ മുതിർന്ന നേതാവ് KPCC മെമ്പർ V മധുസൂദനൻ, DCC സെക്രട്ടറിമാരായ PC നൂർ, P ഇഫ്തിഖാറുദ്ദീൻ, DKTF ജില്ലാ പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റുമാരായ രാജൻ മാസ്റ്റർ, മോഹനകൃഷ്ണൻ, ബ്ലോക്ക് ഭാരവാഹികളായ TP അബ്ദുള്ളക്കുട്ടി, രഞ്ജിത്ത് മാസ്റ്റർ, അബ്ദുൽ അസീസ്, അബൂബക്കർ മാസ്റ്റർ, TV ശ്രീകുമാർ, കൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ഹാഷിം ജമാൽ, മറ്റ് പാർട്ടി പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. നമ്മളിപ്പോൾ ഈ വട്ടപ്പാറ പ്രദേശത്ത് നിൽക്കുന്നത് ഹൈവേ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരിക്കിൻ്റെ ആ ആശങ്ക ദൂരീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഈ സ്ഥലം സന്ദർശിക്കുകയും മുന്നോട്ടുള്ള വളാഞ്ചേരിയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും മുന്നോട്ട് പോകാൻ തീരുമാനിച്ച അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് എത്ര നേതാക്കളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. അവരെല്ലാം ഇവിടെ വന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കും. അതിനുശേഷം ഇവിടെ നല്ല എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് പാർട്ടിയുടെ ലെവലിലാണ്, അങ്ങനെ അല്ല എല്ലാവരും ചേർന്നുള്ള സമരങ്ങളാണെങ്കിൽ അങ്ങനെ. എന്തായാലും ഈ ഇതിലൂടെ വളാഞ്ചേരിയിലേക്ക് പോകാനുള്ള സൗകര്യം ഈ സർക്കാർ അതിവിടെ നേടി കൊടുക്കുന്നതായിട്ടുണ്ട്. KNRCയുടെയും അതുപോലെ ഹൈവേ അതോറിറ്റിയും നിലവിൽ ഇവിടുത്തെ അലൈൻമെന്റിൽ വളാഞ്ചേരിയിലേക്ക് പോകാനുള്ള റോഡുണ്ട്. പക്ഷെ ഇപ്പോൾ KNRCയുടെ പ്രവൃത്തിയുടെ അനാസ്ഥ കാരണം പല ഭാഗങ്ങളിലും അതിൻ്റെ കേടുപാടുകൾ സംഭവിച്ചതുകൊണ്ട് ഇവിടെയും അത് ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്ക ഉള്ളതുകൊണ്ട് അവിടെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത്. ഇത് വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോളേജുകളുള്ള, ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളുള്ള, ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും വളാഞ്ചേരിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുള്ള ഒരു സമയം. ആ സമയത്ത് ഈ വളാഞ്ചേരി എന്ന ടൗണിനെ അടക്കുക അല്ലെങ്കിൽ ആ ഭാഗത്തേക്കുള്ള ഗതാഗതം യോഗ്യമല്ലാത്ത ഒരു രീതിയിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആശങ്ക. അത് തീർച്ചയായും KNRCയും അതുപോലെ തന്നെ NH അതോറിറ്റിയും അത് ദൂരീകരിക്കേണ്ടതുണ്ട്. ഇത് വളാഞ്ചേരിയുമായി സന്ധി ചെയ്യുന്ന രീതിയിലേക്ക് ഈ റോഡ് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതായത് കഴിഞ്ഞ നിലവിലുള്ള KNRCയുടെയും അതുപോലെ തന്നെ NH അതോറിറ്റിയുടെയും നിലവിലുള്ള പ്ലാൻ അനുസരിച്ച് വളാഞ്ചേരിയുമായി ടച്ച് ചെയ്തിട്ടാണ് ഈ റോഡ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ അത് അടക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ പ്രയാസകരമാണ്. അപ്പോൾ അത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി, കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിന്റെ പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ട് പോകും. അത് മറ്റുള്ള സർവകക്ഷികളാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ കോൺഗ്രസ് ഒറ്റക്കാണെങ്കിൽ അതങ്ങനെ, അത് എങ്ങനെ വേണം എന്നുള്ളത് മറ്റ് പൊതുസമൂഹത്തിന്റെ നിർദ്ദേശാനുസരണമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അത് ശക്തമായ ഒരു പ്രതിഷേധമായി ഞങ്ങൾ ഇതിനെ മാറ്റിയെടുക്കുമെന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. തീർത്തും ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഈ വട്ടപ്പാറ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നടക്കാൻ പോകുന്നത്. ഒരു പ്രദേശമാകെ ഒട്ടിയടച്ചുകൊണ്ട്, കാവുമറ എന്ന് പറയുന്നത് തൊട്ടടുത്ത പ്രദേശമാണ്, അവിടേക്ക് പോലും ഒരു സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടാണ് ഈ KNRCയും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയും ഇവിടെ അടക്കാൻ പോകുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. ഇത് എന്തു തന്നെയായാലും ഇതിനെ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും നാട്ടുകാരുടെ നേതൃത്വത്തിലുമെല്ലാം വലിയ പ്രക്ഷോഭത്തെ നേരിടേണ്ട ഒരവസ്ഥയിലാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. പാർട്ടിയും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റുള്ള സമാന രീതിയിലുള്ള ആളുകളുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള സമരപരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ആലോചിച്ചുകൊണ്ട് അത്തരത്തിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക്
ഒരു ഇടയായ സാഹചര്യം ഉണ്ടാവരുത് എന്നാണ് ഈ അതോറിറ്റിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണം, 5-6 ഹോസ്പിറ്റലുകൾ, 8-10 കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 10-15 ബാങ്കുകൾ, നിരവധി സ്ഥാപനങ്ങൾക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് ബന്ധപ്പെടേണ്ട വളാഞ്ചേരിയിലേക്ക് വട്ടപ്പാറ വഴി സർവീസ് റോഡ് വഴിയാണ് ഇതുവരെ പോയിരുന്നത്. എന്നാൽ ഇവിടെ KNRCയുടെ ചില നടപടികളും കാര്യങ്ങളും കാണുമ്പോൾ വളാഞ്ചേരിയിലേക്ക് ഇതുവഴി പോകുന്ന സർവീസ് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് കുറ്റിപ്പുറം വഴിക്ക് വന്ന് മറ്റു രീതിയിലൊക്കെ പോകേണ്ട ഒരു ഗതികേടിലേക്ക് വളാഞ്ചേരിയിലെ ജനങ്ങൾക്ക് ഒരു ദുരിതമാകുന്ന അവസ്ഥയാണ് കാണാനുള്ളത്. അതുകൊണ്ട് ഇതിന്റെ സ്ഥലം നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി KNRCയെയും അതിന്റെ അധികൃതരെയും NH അതോറിറ്റിയെയും കാര്യങ്ങൾ ധരിപ്പിക്കാനും അത് ധരിപ്പിച്ച് ഈ ഗതാഗതം തടസ്സപ്പെടുത്താതെ വളാഞ്ചേരിയിലേക്ക് നേരിട്ട് ഇവിടുന്ന് പോകാനുള്ള വഴിയൊരുക്കിക്കൊണ്ട് ഹൈവേയുടെ പണി നടന്നു പോകുന്നതിൽ ഞങ്ങൾക്കാർക്കും യാതൊരു പ്രയാസവുമില്ല, പ്രശ്നവുമില്ല, നാട്ടുകാർക്ക് തടസ്സവുമില്ല. അതേസമയം വളാഞ്ചേരിയിലേക്കുള്ള മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാനോ അനുവദിച്ചു കൊടുക്കാനോ ഞങ്ങൾക്കാർക്കും സാധ്യമല്ല. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.